ഹലോ, ഹായ്. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്കൊരു മട്ടൻ ഗീ ഗ്രേവി എന്നുവെച്ചാൽ മട്ടൻ്റെ ഒരു കറിയാണ് കുറച്ച് പശു നെയ്യിൽ ഉണ്ടാക്കുന്നത്. ഇത് കുറേ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷേ പശു നെയ്യ് കൂടുതൽ ഇഷ്ടപ്പെടാത്ത ആൾ നെയ്യ് ഏറെ വേണ്ട എന്നുള്ള ആൾക്ക് കുറക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നാൽ മട്ടൻ കൈ ക്ലീനാക്കിയെല്ലാം വെച്ച് അതിന് വേണ്ടുന്നതെല്ലാം മുറിച്ചിട്ട് ഗ്യാസ് കത്തിച്ച് കുക്കർ വെക്കുക. കുക്കർ ചൂടായി ഇനി കുറച്ച് ഗീ ഒഴിക്കുക. ഗീ ഒഴിച്ചതിന് ശേഷം ലേശം ഓയിലും നമ്മൾ ഇടുക അതിൻ്റെ അകത്ത്. എന്നിട്ട് അങ്ങനെ ഇതിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലും കുറച്ച് ഗീയും ഇട്ടതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് ഉള്ളി ഇടുക. ഉള്ളി ഇട്ടതിൻ്റെ ശേഷം അതിന് കുറച്ചൊരു ഉപ്പ് അങ്ങിട്ട് കൊടുക്കുക. ഉള്ളി ഇട്ടതിൻ്റെ ശേഷം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് വേഗം വാടി കിട്ടും. അതിന് വേണ്ടിയിട്ട് അത് ഇടുന്ന. പിന്നെ നിങ്ങൾക്കത് നല്ലോണം ഒന്ന് ഇളക്കി ആറി ഇതായി വരുമ്പം നമുക്ക് അതിന് വേണ്ടുന്ന ഓരോന്ന് ഇട്ട് കൊടുക്കുക. ഈ ഗീയെല്ലാം കുറച്ച് ഏറേണ്ട കുട്ടികൾക്കും കാര്യമെല്ലാം വലിയ ഇഷ്ടപ്പെടും. പക്ഷേങ്കിൽ വയസ്സായാക്കും സുഖമില്ലാതാക്കും എല്ലാം എണ്ണേൻ്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ ഓയിൽ ഒഴിക്കണ്ട, വെറും ഒരു സ്പൂണ് ഗീയിലുണ്ടാക്കാം. ഇനി എല്ലാം നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഈ ഉള്ളി ചോന്ന് വരുമ്പോൾ നമുക്ക് അതിൽ ഇഞ്ചി പച്ചമുളക് വെളുത്ത ഉള്ളി അരച്ചിട്ടുള്ള പേസ്റ്റില്ലേ അതങ്ങ് ഇട്ട് കൊടുക്കുക. അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതിനെ ഇളക്കി ചേർക്കുക. പിന്നെ അതിൻ്റെ അകത്തൊരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ വേഗം പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും. അത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ശരിയാക്കി എടുക്കുക. പിന്നെ അത് ശരിയായതിൻ്റെ ശേഷം നമുക്ക് തക്കാളി ഇടാം, പച്ചമുളക് ഇടാം, കരാമഞ്ചപ്പിട എല്ലാം ഇടാം. നിങ്ങൾക്ക് ഈ കറിയിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് തിന്നാം. നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് തിന്നാം, പത്തലുണ്ടാക്കിയാൽ കൂട്ടി തിന്നാം, അല്ലെ ബ്രെഡ്, അല്ലെങ്കിൽ പുട്ട്, അല്ലെ നൂൽപുട്ട്, ചോറ് എന്തിനും വേണമെങ്കിലും തിന്നുക നല്ല. അപ്പം 2 പച്ചമുളക് ചെറുങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ അതിലിട്ട് കരുവേപ്പില അങ്ങനെ നല്ലോണം ഇളക്കി. ഇതൊന്ന് നല്ലോണം ഇളക്കി ശരിയായി വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് തക്കാളി ഇട്ടൊന്ന് നല്ല ഫസ്റ്റായി ഇളക്കി അതിനൊന്ന് യോജിപ്പിച്ച് എന്നിട്ട് പിന്നെ നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക. കുറച്ച് ഗീയെല്ലാം മേലെ ഉണ്ടാകും, കാണുക നല്ല ഉണ്ടാവും. പക്ഷേ ചെളിയാക്കൊന്നും അത് എണ്ണയൊന്നും അത്ര പിടിക്കാതെ വയസ്സായ ആളും കാര്യമെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ എത്ര വേണമെങ്കിലും കുറക്കാം. ടേസ്റ്റ് കുറച്ച് കുറയുമെന്നുള്ളൂ. എണ്ണ കുറക്കുണ്ടാക്കല്ല, എണ്ണ കുറക്കുക. പിന്നെ ഈ മട്ടൻ നല്ലോണം കഴുകി വൃത്തിയാക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുയിങ്ങ് വരും. ലേശം വെള്ളം കൊടിഞ്ഞ് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ഇളക്കി നല്ലോണം ഗ്രേവിക്ക് വേണ്ടി അതിനെല്ലാം അടിച്ച് പിടിച്ചെടുക്കണം. അതുകൊണ്ട് നല്ലോണം ഒന്ന് വെന്ത് അടിയട്ടെ. പിന്നെ മട്ടൻ കൊണ്ടുവന്നാൽ എല്ലാം അതിനെ ഇഷ്ടം പോലെ നിങ്ങൾ മുറിച്ച് അതിൻ്റെ വെള്ളത്തിലിട്ട് വെക്കുക. കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുക, ചൊറുക്ക ഒഴിച്ച് വെക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് മുളക് പൊടിയിട്ട് കുറച്ച് മഞ്ഞളിൻ്റെ പൊടിയിട്ട് പിന്നെ നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ ചിക്കൻ മസാല, മട്ടൻ മസാല, പിന്നെ എല്ലാം കുറച്ച് ഞാനിടും. പിന്നെ ഞാനിവിടെ പൊടിച്ച് വെക്കുന്നുണ്ട് പട്ട, കറാമ്പ്, ഇലയിച്ചി എല്ലാം ഡാൽച്ചി, പെരിഞ്ചീരകം എല്ലാം ഇട്ടിട്ട് പൊടിച്ച് വെക്കും. അതും കുറച്ച് പറ്റും. എല്ലാം മഞ്ഞൾ, മുളക്, എല്ലാ മസാലയും സാധാ എല്ലാവരും ഇടുന്ന എല്ലാം ഇട്ട് നല്ലോണം ഇളക്കി അതിനെ നല്ല വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഈ മട്ടൻ കഴുകി വൃത്തിയാക്കിയെന്നാൽ മണം ഉണ്ടാവില്ല, മുയിങ്ങ മണം ആ മട്ടൻ്റെ. അത് ഞാൻ വിനാഗിരിയിൽ നല്ലോണം കുറച്ച് നേരം തേച്ച് അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ കൈ വരും. പിന്നെ ലിംബുവിൻ്റെ വെള്ളം ഊറ്റിക്കുക, കുറച്ച് ഉപ്പ് ഇടുക, എന്നിട്ട് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കുക. പിന്നെ മഞ്ഞളിൻ്റെ പൊടി ഇടുക ഒരിക്കലും, എന്നിട്ട് അതിനെ കൊണ്ടൊന്ന് കഴുകുക. പിന്നെ നല്ല ശുദ്ധവെള്ളത്തിൽ 1-2 വെള്ളത്തിൽ കൈ വാരി വെച്ചാൽ മട്ടൻ്റെ ആ മുയിങ്ങ മണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാനിപ്പോൾ മട്ടൻ ഉണ്ടാക്കുന്നത്. കുറേ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മട്ടൻ കറിയിൽ ആ മുയിങ്ങ മണം ഇല്ല തന്നെ, എല്ലാം തിന്നുമ്പോൾ ആട്ടിൻ്റെ ആ മുയിങ്ങ മണം വരുമ്പോൾ നമുക്ക് തിന്നാൻ തോന്നില്ല. അപ്പോൾ നമ്മളത് ആടിൻ്റെ ഇറച്ചി കഴുകി എടുക്കുന്നതല്ല. അത് ചൊറുക്ക, മഞ്ഞൾ പൊടി, ലിംബു, ചെറുനാരങ്ങ വെള്ളം, ഉപ്പ് എല്ലാം ഇട്ടിട്ട് പെരക്കി ഓരോരോ പ്രാവശ്യവും കഴുകി എടുക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ പൊടികളും ചേർത്ത് നമുക്ക് വേണ്ടുന്ന മസാലപ്പൊടി എല്ലാം ചേർത്ത് ഇനിയിപ്പം നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് ഗ്രേവി നല്ല ശരിയാക്കിയതിൻ്റെ ശേഷം
കഴുകി വൃത്തിയാക്കി കോരി വെച്ച മട്ടൻ നിങ്ങൾ പോലെ ചെറുതാക്കുക വലുതാക്കുക. ബിരിയാണീൻ്റെ കഷ്ണം പോലത്തെ വണ്ണം വേണ്ട. കറിക്ക് കുറച്ച് ചെറിയ കഷ്ണമാക്കുക. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വലിയ കഷ്ണം വേണ്ട. അങ്ങനെ നമ്മൾ വൃത്തിയാക്കിയ മട്ടൻ ഇതിലിട്ട് കൊടുക്കുക. ഇനി ഒന്ന് നല്ലോണം ഇളക്കി ചേർത്തതിൻ്റെ ശേഷം അതിന് വേണ്ടുന്ന ഉപ്പും കരിയും എല്ലാം നോക്കി അതിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ച് പിന്നെ നല്ലോണം ഇളക്കി തിരിച്ച് മറിച്ചിട്ടിട്ട് അതിന് വേണ്ട വെള്ളം ഒഴിച്ച് നമ്മളതിനെ മൂടി വെച്ചിട്ട് ഒരു ചിക്കനല്ലാതെ 2 ചിട്ടി 3 ചിട്ടിക്ക് നല്ല ഫസ്റ്റായിട്ട് വരും. ബോയിലർ ചിക്കനാണെങ്കിൽ 2 ചിട്ടിയുണ്ട്, മറ്റേതാണെങ്കിൽ ഒരു 3. ഇത് ആട്ടിന് നമുക്കൊരു 5-6 ചിട്ടി ഇട്ടാൽ തന്നെ ഒരു വക ഉണ്ടാവും. ഇത് നമുക്കിപ്പോൾ ഒരു വയസ്സായ ആളുണ്ട് വീട്ടിൽ, പല്ലൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് ചവക്കാൻ പറ്റില്ല, അങ്ങനെയെല്ലാം നിങ്ങൾക്കും ടേസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ ഇതിനൊരു 10 ചിട്ടിയെല്ലാം ഇട്ടാൽ അപ്പാടെ ഇറച്ചിയെല്ലാം അടിഞ്ഞ് ഒഴിഞ്ഞ് കൊട്ട് വരെ ചവച്ച് പൊടിയാക്കി തിന്നാൻ പറ്റുന്ന വഴിയാവും ഒരു 10 ചിട്ടിയെല്ലാം ഇട്ട് കൊടുത്താൽ. അപ്പോൾ നിങ്ങൾ ഒരു 8 ചിട്ടിയെല്ലാം ഇട്ടാൽ ഒന്ന് കഴിച്ചിട്ട് ആവി പോയതിൻ്റെ ശേഷം ഒന്ന് നോക്കുക. വെന്തിന് നല്ല ഫസ്റ്റായിട്ട് വെന്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇളക്കി ചേർത്ത് എടുക്കുക. അല്ല വെന്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടിയും വേണം 2 ചിട്ടി ഇടിക്കുക. ചില ആട് മൂത്തുണ്ടെങ്കിൽ ഒരു 5-8 ചിട്ടി വേണ്ടി വരും. പിന്നെ വെന്ത് നല്ല കലങ്ങിയതാണെങ്കിൽ വയസ്സായാക്കും പല്ലില്ലാതാക്കും എല്ലാം നല്ല അങ്ങ് തിന്നാം. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്ക് എൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇളക്കി പിടിച്ച് മൂടി വെച്ചതിന് ശേഷം ഇത്ര ചിട്ടി ഇട്ട് ഉപ്പും കരിയും എല്ലാം നോക്കി ചിട്ടിയിട്ട് മാങ്ങി വെക്കുക. എന്നിട്ട് പിന്നെ നമുക്കിനി ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ചിട്ടിയിട്ട് ഇതായി വെന്ത് വരട്ടെ. കരുവാമ്പൻ ചപ്പ്, കൊത്തമ്പാരി ചപ്പ് എല്ലാം ഇട്ട് ഇളക്കി കൊത്തമ്പാരി ചപ്പ് മേലെ പാറ്റി എല്ലാം റെഡിയായി. ഇതാ കറി ഇനി അങ്ങ് തിന്നോളി. ഇനി ഞാൻ അടുത്ത വേറെ ഒരു വിഷയത്തിൽ വരാം. എന്നാൽ എല്ലാവരോടും ബായ്.